ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു എയർലൈൻ ഫ്രോക്കാണ് ചെയ്യാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ എയർലൈൻ കുർത്തി എന്നാണെങ്കിലും പറയാം. അപ്പോൾ അതാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ക്രിസ്മസിൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ജോർജറ്റ് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. 2 മീറ്റർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജോർജറ്റ് 80 ആയിട്ടോ 1 മീറ്ററിന്. ലൈനിങ് വെക്കാനായിട്ട് ക്രേപ്പിൻ്റെ 2 മീറ്റർ എടുത്തു. അത് 45 മീറ്ററിന്. ദെൻ ആ വൈറ്റ് സ്ലീവ് വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്താണ്. നെറ്റിൻ്റെയാണ്, നമ്മുടെ സീക്വൻസ് വർക്ക് വരുന്നതാണ്. അത് ഒരു 180 എന്ന് തോന്നുന്നു റേറ്റ്. ഞാനൊരു 0.75 മീറ്റേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്ലോത്ത് 4ആയിട്ട് മടക്കിയിടാം. അപ്പോൾ ഞാൻ ഷോൾഡർ 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ആം ഹോളും മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ചെസ്റ്റ് 9.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ച് ലൂസ് അടക്കമാണ് 9.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. പ്ലസ് 1.5 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഷേപ്പ് ഒരു 13 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നൊരു 8.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഹിപ്പിൻ്റെ അവിടുത്തെ ഒരു ലെങ്ത്ത് 21 ഇഞ്ച് ലെങ്ത്ത് കൊടുത്തിട്ട് അവിടെ ഒരു 10 ഇഞ്ച് ഞാനിങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഷേപ്പ് നമ്മളിതുപോലെ ഒന്ന് ജസ്റ്റ് വരച്ചെടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ ഹിപ്പിൻ്റെ അവിടെ നിന്ന് താഴോട്ട് നമുക്ക് ആ കോൺ പോലെ നമ്മുടെ താഴത്തെ സൈഡിൽ അവിടേക്ക് ഞാനത് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ നമുക്ക് മാർക്കിങ്സ് ഒന്നുമില്ല, എയർലൈൻ പറയുമ്പോൾ അങ്ങനെയാണല്ലോ. ഇനി നമുക്കിവിടെ ആം ഹോൾ വരച്ച് കൊടുക്കണം. അപ്പോൾ ഞാനവിടെ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ആം റൗണ്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് ലൈനിങ് ക്ലോത്തിലാണ്, ക്രേപ്പിൻ്റെ ക്ലോത്തിലാണ് ഞാനിത് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ മെയിൻ ഫാബ്രിക്കുമേ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് 2ആക്കിയിട്ട് ഇവിടെ ഒന്ന് ഞാനത് കട്ട് ചെയ്തിട്ട് 2 ആക്കി മാറ്റുന്നുണ്ട്. ഇനി ഇതിൽ ഒരെണ്ണം വെച്ചിട്ട് നമുക്ക് മറ്റേത് മാർക്ക് ചെയ്യാം. ഇപ്പോൾ താഴ്ഭാഗത്ത് ഇപ്പോൾ ഒരു കോൺ പോലെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 1 ഇഞ്ച് ഇതുപോലെ മുകളിലോട്ടായിട്ട് ഒരു റൗണ്ട് ഷേപ്പ് പോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കോൺ പോലെ നിൽക്കാതെ ഒരു റൗണ്ട് ഷേപ്പ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തും കൂടി കൊടുക്കുക. ഞാൻ ഇന്ന് ഒരെണ്ണം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ജോർജറ്റിൻ്റെ ക്ലോത്ത് നമ്മൾ 4ആയിട്ട് മടക്കിയിടുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ലൈനിങ് പീസ് വെച്ചിട്ട് ഇതുപോലെ പിന്നുകൾ കുത്തിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങും. ജോർജറ്റിൻ്റെ ക്ലോത്ത് ആകുമ്പോൾ ഭയങ്കര നൈസല്ലേ അത്. അപ്പോൾ അത് നമ്മൾ അറിയില്ല കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ മടങ്ങിയിരുന്നാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ പിന്ന് വെച്ചിട്ട് കുത്തി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വളരെ എളുപ്പമാണ് കേട്ടോ. ഇതിൻ്റെ കറക്റ്റായിട്ട് ഇത് കൂടെ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് മാത്രമാണ് കട്ട് ചെയ്യാനുള്ളത് കേട്ടോ. നമ്മുടെ ക്രിസ്മസ് സീരീസിൻ്റെ വീഡിയോസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനിയിപ്പോൾ നമുക്ക് താഴ്ഭാഗത്ത് ഇതിപ്പോൾ ഒപ്പത്തിനാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ലൈനിങ്ങിൻ്റെ പീസ് കുറച്ച് മുകളിലായിട്ട് കയറ്റിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നമുക്കത് കുറച്ച് കയറി നിൽക്കണമല്ലോ. പിന്നെ താഴ്ഭാഗം ഇതിൻ്റെ ഒപ്പത്തിനല്ല. അപ്പോൾ ഞാൻ അതും ഒന്ന് ഒപ്പാക്കിയിട്ട് ഇതുപോലെ കർവ് പോലെ ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോൺ പോലെ വരണമെങ്കിൽ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ പോർഷൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ മടക്കി വയ്ക്കുകയാണ് കേട്ടോ, പിന്നെ ഊരാതെ. ഇനി നമുക്ക് സ്ലീവ് കൊടുക്കാം. സ്ലീവ് ഞാനിപ്പോൾ പഫ് സ്ലീവാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് പഫ് സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ വരാമെന്നുള്ളത്. അപ്പോൾ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതുപോലെ തന്നെ നമ്മൾ ക്രിസ്മസ് സീരീസിൽ വേറൊരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പഴയ സാരി വെച്ചിട്ട്. അതിലും നമ്മൾ പഫ് സ്ലീവാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാനത് മാർക്ക് ചെയ്തിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ എയർലൈൻ ഫ്രോക്കിൻ്റെ കട്ടിങ്. ഇപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ കട്ട് ചെയ്ത് വയ്ക്കുക. സ്റ്റിച്ചിങ് നമുക്ക് നെക്സ്റ്റ് ഡേയിൽ വീഡിയോ വരും കേട്ടോ. അപ്പോൾ കണ്ടു നോക്കണേ. താങ്ക്